രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് മൂന്നാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്ത അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട്. അതായത് ഒരു സർക്കിളിന് നമ്മളൊരു കോഡ് കൊണ്ട് എ ബി എന്ന് കോഡ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ആ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കിളിനെ നമ്മളൊരു കോഡ് ഉപയോഗിച്ച് 2 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എന്താ അവിടെ പറഞ്ഞത്? വൺ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ദ ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആംഗിൾ നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഇവിടെ അതർ പാർട്ടിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ എക്സിന്റെ പകുതി x/2 ആണെന്നാണ് നമ്മുടെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ടോ മക്കളെ? ആംഗിൾ തന്നിട്ടില്ലല്ലോ. അപ്പൊ ആംഗിൾ തരാത്തപ്പോ നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മുടെ കണ്ടീഷനിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, അതായത് ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളിനെ ഒരു ലൈൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോഡ് വരച്ച് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനകത്ത് ഒരു പാർട്ടിൽ വരയ്ക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും മറ്റേ പാർട്ടിൽ വരയ്ക്കുന്ന ആംഗിൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിൾ നമുക്ക് വരയ്ക്കാനായിട്ട് തന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് വൺ എന്ത് കണ്ടുപിടിക്കണം? ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് എന്ത് ക്വാഡ്രിലാറ്ററലാണ്? ABCD എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ABCD എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് എടുക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താ? ഈ 2 ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എപ്പോഴും 180 ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? x+x/2 എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? 180 ഡിഗ്രി ആയിരിക്കും. കാരണം സപ്ലിമെന്ററി ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതിന്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഇവിടെ LCM 2 എടുത്തു, നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ 2x വരും. 2x + x എന്ന് പറയുന്നത് 180 കിട്ടും. ഇതിന് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3x വരും. ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 × 2 360 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ x എന്ന് പറയുന്നത് 360/3 വരും. അപ്പൊ നമുക്ക് 120 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ എത്ര വരും? 360 ഡിഗ്രിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 120 ഡിഗ്രി വരും. അപ്പൊ ഒന്നുകൂടെ പറയാം, ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഈ ആംഗിള്. അപ്പൊ ഈ 2 ആംഗിളും കൂടെ സപ്ലിമെന്ററി ആയതുകൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180. നേരെ LCM എടുക്കുമ്പോൾ 2x + x/2 എന്ന് പറഞ്ഞാൽ 180 വരും. ഈ 2നെ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180 × 2 360 വരും. അപ്പൊ 2x + x എന്ന് പറഞ്ഞാൽ എത്രയാ? 3x വരും. അപ്പൊ x എന്ന് പറഞ്ഞാൽ 360/2 വരും. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം. 180 × 2 ആണ് 360 വരുന്നത്. അപ്പൊ നമുക്ക് 120 ഡിഗ്രി വരും. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി നമുക്ക് കിട്ടും. ഈ ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ആംഗിൾ x ആണെങ്കിൽ അതിന്റെ x/2 അല്ലേ ആംഗിൾ വരുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രി വരും. 60 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡ് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ നമുക്ക് വരയ്ക്കാലോ. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയില്ലേ? കാരണം സെൻട്രൽ ആംഗിൾ വരച്ചാലേ നമുക്ക് കോഡ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഇത് വെച്ച് ഈ ഒരു ഫിഗർ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ഇതിനൊരു ഫിഗറിലേക്ക് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിൾ വരച്ചു അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ സർക്കിൾ വരച്ച് നമ്മൾ ഒരു ലൈൻ വരച്ച് ഒരു റേഡിയസ് വരച്ചു. ഇനി ഈ റേഡിയസിനകത്ത് വെച്ച് നമ്മൾ 120 ഡിഗ്രി അടയാളപ്പെടുത്തും. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയും മക്കളെ? 120 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു 120 ഡിഗ്രി അടയാളപ്പെടുത്തും. ഇവിടെ വെച്ച് നമ്മൾ 120 അപ്പൊ ഈ ഒരു ആംഗിൾ നമ്മൾ ലൈൻ ജോയിൻ ഈ കോഡ് വരച്ച് ഈ സർക്കിളിന് 2 ഭാഗമാണ്. ഇങ്ങനെ ഇതൊരു പാർട്ട് അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 വരും. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഈ സെയിം പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന കോഡുകളെല്ലാം ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് എന്ന് പറഞ്ഞാൽ ഈ 120 ഡിഗ്രിയുടെ ഹാഫ് 60 ഡിഗ്രി.